യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിന്റെ ജീവിതത്തിൽ ഒരുക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. മഹാദേവ ദൈവം കർത്താവ് നമ്മെ സ്തോത്രാകരുണയോടെ അതേയോടെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന്റെ പാദപടത്തിലായിരിക്കാം. ഈ പൽക്കാലവും സ്തോത്രം കർത്താവിന്റെ കൃപയാൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ദാനമായി തന്നു. ഈ പ്രഭാതവും ഈ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മോട് അരുളി ചെയ്തത് നിവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നമ്മളെ ഏകനായിട്ട് വിടാത്ത ദൈവം, നമ്മുടെ കരം പിടിച്ച ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന് നമ്മളെ ഈ പൽക്കാലം വഴി നടത്തുവാനായിട്ട് ഇടയത്തീരും. ആ കർത്താവിന്റെ സ്തോത്രം സാന്നിധ്യം അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഈ പൽക്കാലം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ഈ പ്രഭാതത്തെ പ്രിയ ദൈവമക്കളെ സ്തോത്രം. നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാക്കുന്നു. ഈ പ്രഭാതത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുടെയും ഭാരങ്ങളുടെയൊക്കെ മധ്യത്തിൽ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ പലപ്പോഴും നമ്മുടെ മനസ്സ് തളർന്നു പോകാം, നിരാശപ്പെട്ടു പോകാം, ഇതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കാം. പലതും തുടങ്ങിയിട്ട് അതേ സ്തോത്രം മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണമൊക്കെ മാറ്റി വിടുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. നിന്നെ തളർത്തിക്കളയുവാൻ ഒത്തിരി പേര് നിന്റെ ചുറ്റുപാടും കാണുമായിരിക്കും. പക്ഷേ ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവത്തിലെ നീ തളർന്നു പോകരുത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. നിന്നോട് അരുളി ചെയ്തത് നിവർത്തിപ്പാൻ കൈവിടാത്ത ദൈവം നിന്റെ കൂടെ ഇരുന്ന് നിന്നോട് അരുളി ചെയ്തത് ദൈവം നിവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതേ മനുഷ്യർ പലപ്പോഴും സ്തോത്രം നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ, പദ്ധതികൾ, അതേ സ്തോത്രം ഹല്ലേലൂയ, നീ ഉയർച്ച പ്രാപിക്കും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിന്നെ കളയുവാൻ, നിന്നെ അതിനകത്തുനിന്ന് പിന്മാറ്റിക്കളയുവാനായിട്ട് പലതും നിന്റെ മുമ്പാകെ കൊണ്ടുവന്നിരിക്കാം. പക്ഷേ ഒരു ദൈവപൈതനൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. എന്നിൽ ആരാണ് ഇത് ഏൽപ്പിച്ചത്, എന്നെ കൊണ്ട് ഇതാരാണ് തുടങ്ങിച്ചത് എന്നൊരു വിശ്വാസം നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, നീ ദൈവവുമായിട്ടുള്ള ആഴമേറിയ ഒരു ബന്ധമുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ തളർന്നു പോകരുത്. ആരൊക്കെ നിന്നെ തളർത്തുവാൻ നോക്കിയാലും, ആരൊക്കെ നിന്നെ അതിനകത്തുനിന്ന് മാറ്റിക്കളയുവാൻ നോക്കിയാലും അതേ സ്തോത്രം നീ ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയെത്തുന്ന നിന്നെ കൊണ്ട് ദൈവം അത് പൂർത്തീകരിക്കുവാനായിട്ട് ഇടയായിത്തീരും. 1 തെസ്സലോനിക്കർ എഴുതിയ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 5-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവനത് നിവർത്തിക്കും. സ്തോത്രം. പ്രിയ ദൈവത്തിലെ നിന്നെ വിളിച്ച ദൈവം ആരാണ്? വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം. വാക്കു മാറുന്ന ദൈവമല്ല. സാഹചര്യങ്ങൾ അനുസരിച്ച്, സന്ദർഭങ്ങൾ അനുസരിച്ച് വാക്കും മാറുന്ന ഒരു ദൈവമല്ല. സ്തോത്രം. വാഗ്ദത്തം പാലിക്കുന്ന ഒരു ദൈവമത്രേ. സ്തോത്രം. നമ്മോടുള്ള, നമ്മുടെ തലമുറയോടുള്ള, നമ്മുടെ കുടുംബത്തോടുള്ള, നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ നിറവേറ്റുവാൻ, പാലിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ വ്യക്തമായി കാണുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ. നിങ്ങളെ വിളിച്ചതൊരു മനുഷ്യനല്ല. സ്തോത്ര. അതേ സ്തോത്ര സർവശക്തനായ ദൈവമത്രേ. ആ ദൈവം വിശ്വസ്തനായ ദൈവമത്രേ. അവിടെ കാണുവാൻ സാധിക്കുന്നു. അവനത് നിവർത്തിക്കും. ഹല്ലേലൂയ. എന്തിനു വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചുവോ അത് നിവർത്തിപ്പാൻ പ്രാപ്തനായിരിക്കുന്ന, നിവർത്തിപ്പാൻ ശക്തനായിരിക്കുന്ന, ഏതെല്ലാം പ്രതിസന്ധികളും ഭാരങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നാലും ആ വാഗ്ദത്തത്തെ നിവർത്തിപ്പാൻ ശക്തനായ ദൈവമത്രേ നിന്നെ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് അതേരിപ്പെട്ടു പോകണ്ട, ഭാരപ്പെട്ടു പോകണ്ട. സ്തോത്രം. അതെ, ആരും കൂടെ ഇല്ല എങ്കിലും കർത്താവ് നിന്നോട് കൂടെ ഇരുന്ന് നിന്നോടുള്ള
ദൈവിക അരുളപ്പാടിനെ ദൈവം നിവർത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. അത് ഏകനായിരുന്നു മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഹല്ലേലൂയ നിനക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. പ്രിയ ദൈവമക്കളെ, നമ്മളെ വിളിച്ച ദൈവത്തിന്റെ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്ന്, വാഗ്ദത്തം പാലിക്കുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. നമ്മെ വിളിച്ച ദൈവം നമ്മോടുള്ള വാഗ്ദത്തങ്ങളിൽ ഒരിക്കലും മാറാത്ത ദൈവമാണ്. മാറ്റിക്കളയുന്ന ഒരു ദൈവമല്ല. സാഹചര്യങ്ങൾ അനുസരിച്ച്, സന്ദർഭങ്ങൾ അനുസരിച്ച് നമ്മോടുള്ള വാഗ്ദത്തങ്ങളെ ബന്ധിച്ചിരുന്നു മാറ്റിക്കളയുന്ന ഒരു ദൈവമല്ല. അപ്പോൾ നമ്മോടുള്ള വാഗ്ദത്തങ്ങളിൽ ഒരിക്കലും മാറാത്ത ദൈവമാണ്. അബ്രഹാമിനോട് അരുളി ചെയ്തതായ ദൈവിക വാഗ്ദത്തത്തെ അത് നിറവേറ്റി കൊടുത്തതായ ദൈവം. സ്തോത്രം. ഈ പ്രഭാതത്തെ നമ്മോടുള്ള ദൈവിക വാഗ്ദത്തത്തെ ദൈവം നമുക്ക് വേണ്ടി നിറവേറ്റി തരുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അത് ഈ പകൽക്കാലം സ്തോത്രം, ആ ഒരു ഉറപ്പ്, ആ ഒരു ധൈര്യം സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരണം. രണ്ടാമത് കാണുവാൻ സാധിക്കുന്നു, കൈവിടാത്ത ദൈവം, വാഗ്ദത്തം പാലിക്കുന്ന ദൈവം. രണ്ട് കാണാൻ സാധിക്കുന്നു, നമ്മെ കൈവിടാത്ത ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. അത് ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവം നമ്മോട് കൂടെ ഇരുന്ന് ദൈവിക വാഗ്ദത്തത്തെ നിവർത്തിക്കുവാനായിട്ട് ഇടയായി തീരും. ഏത് പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടിന്റെ കൂടെ നിന്ന് നമ്മെ വഴി നടത്താൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. അതേ പ്രതിസന്ധികൾ കടന്നു വരുമ്പോ, ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോ കൂടെ ഉള്ളവരൊക്കെ മാറിപ്പോകുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ അവിടേക്ക് മാറിപ്പോകാതെ വണ്ണം നമ്മുടെ കൂടെ നിന്ന് എന്ത് ചെയ്യുന്നു, വഴി നടത്തുന്ന ഒരു ദൈവം ഉണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. നമ്മെ ഏതെല്ലാം പാതയിൽ കൂടി കടത്തി വിട്ടു കഴിഞ്ഞാൽ നാം എവിടെ എത്തുമെന്ന് നന്നായിട്ടറിയാം. ആ പാതയിൽ കൂടി ദൈവം നമ്മെ കടത്തിവിട്ട് ദൈവം നമ്മെ വഴി നടത്തുവാനായിട്ടിടത്തിൽ ആ ദൈവം നമ്മെ കൈവിടിക്കല്ല. അതാ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന, ഞാൻ നിന്നെ കൈവിടാതെ ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിവർത്തിക്കും. നമ്മോട് വാഗ്ദത്തം ചെയ്തതിന് നിവർത്തിക്കുവാൻ കൈവിടാതെ നമ്മെ കൂടെ ഇരിക്കുന്ന ദൈവം. ആരെല്ലാം നമ്മെ കൈവിട്ടാലും, ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ച് കളഞ്ഞാലും ദൈവം നമ്മെ ഒരിക്കലും കൈവിടിക്കല. കാരണം വാഗ്ദത്തമുള്ളവനെ സംരക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. വാഗ്ദത്തമുള്ളവനെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. വാഗ്ദത്തമുള്ളവനെ പകുതി വഴി വെച്ച് ഉപേക്ഷിക്കുക. വാഗ്ദത്തം ചെയ്ത ദൈവം ആ വാഗ്ദത്തത്തെ പൂർത്തീകരിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. സാഹചര്യങ്ങൾ പലപ്പോഴും നിന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഈ വാഗ്ദത്തങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ നടക്കത്തില്ല, ഇതൊന്നും ഞാൻ കാണുകയില്ല. ദൈവമാണ് നിന്നോട് വാഗ്ദത്തം തന്നതെങ്കിൽ ആ ദൈവം ആരെല്ലാം നിന്നെ കൈവിട്ട് കളഞ്ഞാലും, സാഹചര്യങ്ങൾ എത്ര തന്നെ ഇളകി മറിഞ്ഞാലും, സാഹചര്യങ്ങളൊക്കെ എത്ര പ്രതികൂലമായി തീർന്നാലും കൈവിടാത്ത ദൈവം നിന്റെ കൂടെ ഇരുന്ന് നിന്നോടുള്ള വാഗ്ദത്തത്തെ നിവർത്തിപ്പാൻ വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. മൂന്നാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പൂർത്തിയാക്കുന്ന ദൈവം. സ്തോത്രം. നമ്മിൽ ആരംഭിച്ച പ്രവൃത്തി ദൈവം അവസാനത്തോളം എത്തിക്കുവാനായിട്ടിടയായി തീരാ. ദൈവം നിന്നിൽ കൂടി ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവം ഇതിലെ അത് പകുതി വഴി വച്ചിട്ട് ദൈവം പോകുകയല്ല, അതിനെ എത്തിക്കും, പൂർത്തീകരിക്കുവാനായിട്ടിടയായി തീരും. സ്തോത്ര. ഹല്ലേലൂയ. പകുതി വഴി വച്ച് ഇല്ലെങ്കിൽ കുറച്ച് ഭാഗത്ത് വച്ചിട്ട് നിർത്തി അതിനെ കൊണ്ട് പോകുന്ന ഒരു ദൈവമല്ല. നീ എന്തെങ്കിലും നിന്നെ കൊണ്ട് ദൈവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ഒരു കാര്യം നിന്നെ കൊണ്ട് ആരംഭം കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനവും കണ്ട ഒരു ദൈവമാണ്. അതേ സ്തോത്രം. ആദിയും അന്ത്യവും ആയിരിക്കുന്ന ദൈവം, അതിനെ പൂർത്തീകരിപ്പ ദൈവം നിന്റെ കൂടെ ഇരിക്കുവാനായിട്ടിടയത്തില്ല. ഇതാ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. ഇതാ നമ്മെ വിളിച്ച ദൈവത്തിന്റെ പ്രത്യേകത. വാഗ്ദത്തം പാലിക്കുന്ന ദൈവം, കൈവിടാത്ത ദൈവം, പൂർത്തിയാക്കുന്ന ഒരു സർവശക്തനായ ദൈവം. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, വിളിച്ച ദൈവം ഹല്ലേലൂയ വിശ്വസ്തനായിരിക്കുന്ന കൊണ്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട് പ്രിയ ദൈവ പൈതലേ നീ ഭയപ്പെടരുത്, നീ അധൈര്യപ്പെട്ടു പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, ആരും ചിലപ്പോൾ കൂടെ ഇല്ലായിരിക്കാം. സ്തോത്ര. നീ ദൈവശബ്ദം കേട്ട് നീ സ്റ്റെപ്പ് വയ്ക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ അതേ സ്തോത്രം, ആരും നിന്റെ കൂടെ കാണത്തില്ലായിരിക്കും. പലരും നിന്നെ അതിനകത്തുനിന്ന് പിന്മാറ്റിക്കളയുവാനായിട്ട്, തളർത്തിക്കളയുവാൻ, നിന്റെ മനസ്സിനെ അതിനകത്തുനിന്ന് മാറ്റിക്കളയുവാനായിട്ട് പലരും ശ്രമിച്ചെന്നിരിക്കാം. പക്ഷേ നിന്റെ മേൽ നിയോഗം കൈമാറിയത്, നിന്റെ മേൽ വാഗ്ദത്തം തന്നത് ആരാണെന്നുള്ള ഒരു ഉറപ്പ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ആ ദൈവത്തിലുള്ള ഒരു വിശ്വാസവും ഉറപ്പും നീ പ്രാപിച്ച് നീ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്ന നിന്നോട് കൂടെ ഇരുന്ന് ദൈവം അത് നിവർത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ.
നിന്നിലൊരു ദൈവീയ പദ്ധതി ഉണ്ടെന്ന് നോക്കിയേ. ഒത്തിരി പേർ തളർത്താൻ കാണുമായിരിക്കാം. സ്തോത്രം. നീ കയറി വന്ന സ്തോത്രം, ഹല്ലേലൂയ, അതേ സ്തോത്രം, ഒരു വിടുതലാണെന്ന് മനസ്സിലാക്കി പലരും നിന്നെ തളർത്തിക്കളയുവാൻ, അതിനകത്തുനിന്ന് പിന്മാറ്റിക്കളയുവാനായിട്ട് പലരും ശ്രമിച്ചെന്നിരിക്കാം. ഹല്ലേലൂയ. ഇതൊന്നും വേണ്ട, ഇത്രയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് പലരും നിന്നെ ഒതുക്കുവാൻ നോക്കിയിരിക്കാം. ചില ഒറ്റപ്പെടുത്ത അനുഭവങ്ങൾ കടന്നു വരാം. പക്ഷേ പ്രിയ ദൈവ പൈതലേ, അവിടെ ഒന്നും നീ തളർന്നു പോകരുത്. സ്തോത്ര, ഹല്ലേലൂയ. നീ ഉറപ്പോടും ധൈര്യത്തോടും നീ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നാം. നമുക്ക് ദാവീദിനെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദാവീദിന്റെ ദൈവം കൊടുത്ത ഒരു നിയോഗമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആ ദാവീദിനെ ദൈവം അവിടെ എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ പകൽക്കാലം നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പക്ഷെ അതിനോടൊപ്പം നാം ഓരോരുത്തരും ദൈവസ്ഥനി വിശ്വസ്തനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസ്തനായിരിക്കുന്ന നമ്മെ കൊണ്ടാ ദൈവം ചിലത് ചെയ്യിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ, അപ്പന്റെ ആടുകളെ മേച്ചു വനാന്തരത്തിലായിരിക്കുമ്പോഴും സിംഹവും കരടിയും എന്ത് ചെയ്യുന്നു? അതേ സ്തോത്രം, ആടിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു അനുഭവമുണ്ട്. എന്നാൽ അവയുടെ വായിൽ നിന്ന് ചെന്ന് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിട്ടുകൊടുക്കുകയല്ല ചെയ്തത്. സ്തോത്ര. അപ്പനോട് എന്തെങ്കിലും കള്ളത്തനം പറയാമെന്ന് പറഞ്ഞ് അതേ മിണ്ടാതിരിക്കുകയല്ല ചെയ്ത് അതിന്റെ നേരെ പാഞ്ഞു ചെന്ന് അതിന്റെ വായ്ക്കകത്ത് നിന്ന് തന്റെ ജീവന് പോലും വില കൽപ്പിക്കാതെ വേണം അതിന്റെ വായ്ക്കകത്ത് നിന്ന് പിടിച്ചു കൊണ്ടുവരുവാനായിട്ട് അതേ വിശ്വസ്തയോടെ നിന്ന ദാവീദിനെ ആണ് സ്തോത്രം സ്തോത്രം നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. രാജ്യത്തിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാനായിട്ടിടയെ തീർന്ന, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്ന നിന്നെ അധികത്തിന് വിചാരനാക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ചെയ്യുന്ന ഇന്നത്തെ പ്രവൃത്തി ചിലപ്പോൾ ആരും കാണുന്നില്ലായിരിക്കാം, കേൾക്കുന്നില്ലായിരിക്കാം, അതിനകത്തുനിന്ന് നിനക്ക് നല്ലൊരു വാക്ക് കേൾക്കുന്നില്ലായിരിക്കാം. പക്ഷേ നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സ്തോത്രം കാണുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്ര. ആ ദൈവത്തിന്റെ സന്നിധി നീ വിശ്വസ്തനായിരുന്ന നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും പ്രഭുക്കന്മാരോട് കൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു സർവശക്തനായ ദൈവം നിന്നോടുള്ള വാഗ്ദത്തത്തെ നിവർത്തിപ്പാൻ വിശ്വസ്തനെന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? സാഹചര്യങ്ങളൊന്നുമില്ലായിരിക്കാം, പക്ഷേ നീ ദൈവസ്ഥനി വിശ്വസ്തനായിരുന്ന നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാനും നിങ്ങളും ചെയ്യേണ്ടത് സ്തോത്രം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവത്തിലുള്ള വിശ്വാസം ദാവീദിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ, ദൈവത്തെ കാംക്ഷിക്കുന്ന ഒരു ഹൃദയം തന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയതേ മക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ ലൈഫുകൾ മാറട്ടെ. സ്തോത്രം. കർത്താവുമായിട്ടുള്ള ഒരു ആഴമേറിയ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തെ ഈ പകൽക്കാലം മുതൽ ഉടലെടുക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. അവിടെയാ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി തീരുന്നത്. അതേ സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു, ദൈവത്തിലുള്ള ഒരു വിശ്വാസം എന്ത് ചെയ്യുന്നു? സ്തോത്രം ദാവീദിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. നിരന്തരമായിട്ട് ദാവീദ് എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാ വചനത്തിൽ പറയുന്നത്, ദാവീദ് പറയാനായിട്ട് യഹോവ നല്ലവനും രുചിച്ചറിയണം. ഹല്ലേലൂയ. രുചിച്ചവന് മറ്റൊരു ടേസ്റ്റിലേക്ക് പോകാൻ കഴിയില്ല. ഒരു സാധനത്തെ രുചിച്ചു കഴിഞ്ഞാൽ ആ ഒരു അനുഭവത്തിലേക്ക് സ്തോത്ര ഹല്ലേലൂയ ദാവീദ് ആയിരിക്കുവാനായിട്ടിടയെ തീർന്നു. ആ ദാവീദിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്തോത്ര. ഇസ്രായേൽ ഭയപ്പെട്ട് ഓടി ഒളിച്ച ഫെലിസ്തനെ കൊന്നു കളയുവാനായിട്ട് ദൈവം മുൻപന്തി കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നത്. അതേ, 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫെലിസ്തീനെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ ഒക്കെയും ഭയപ്പെട്ട് ഓടുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ ദാവീദ് എന്ത് ചെയ്യുന്നു? മുൻനിരയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ എന്ത് ചെയ്യുന്നു? അവനെ തളർത്തിക്കളയുവാനായിട്ട് പലരും അവിടെ ശ്രമിക്കുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. ഒന്നാമത് മൂത്ത ജ്യേഷ്ഠൻ തന്നെ എന്ത് ചെയ്യുന്നു? അവനോട് കോപിക്കുക, അവന്റെ മനസ്സിനെ മാറ്റിക്കളയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും അവൻ പതറിപ്പോയില്ല. അതേ
ശരീരപ്പെട്ടു പോയില്ല. അടുത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ശൗൽ ദാവീദിനോട് പറയുന്നു, നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനാണ് എന്ന് പറഞ്ഞ് അവിടെയും അവനെ തളർത്തിക്കളയുവാൻ, നിരുത്സാഹപ്പെടുത്തി കളയുവാനായിട്ട് അവന്റെ മുമ്പിൽ പ്രശ്നങ്ങൾ കടന്നു വരുന്ന ഒരു അനുഭവം കാണുന്നു. മൂന്നാമത് കാണുവാൻ സാധിക്കുന്നു, ആരെയാണ് തകർക്കേണ്ടത് അവനിൽ നിന്നുള്ളൊരു നിന്ന അവന്റെ ജീവിതത്തിൽ വരുന്നു. ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമള രൂപിയും ആയിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. ഇവിടെ 3 ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവിക നിയോഗം, ദൈവിക പദ്ധതിയുമായിട്ട് ഒരുവൻ മുൻപോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ, ഇസ്രായേൽ ജനതയെ ദൈവത്തെ നിന്ദിച്ച ആ സ്തോത്ര അനുഭവത്തിൽ നിന്ന് ആ ശത്രുവിനെ തകർക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാനായിട്ട് കണ്ടിരുന്നത് ദൈവം ദാവീദിനെ ആയിരുന്നു. സ്തോത്ര ആ ദാവീദ് പുറത്തു വരുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അവനെ അതിൽ നിന്ന് തളർത്തിക്കളയുവാൻ, അതിന്റെ ആ വിഷയത്തിൽ നിന്ന് ഫോക്കസ് മാറ്റിക്കളയുവാനായിട്ട് പലരും അവന്റെ മുമ്പിൽ കടന്നു വന്നപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദാവീദ് പതറിപ്പോയില്ല, ദാവീദ് തളർന്നു പോയില്ല, തന്റെ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദാവീദ് പറഞ്ഞ ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാവീദ് സ്തോത്രം പറയും, പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്ന്, കരടിയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട് ചെല്ലുക, യഹോവ നിന്നോട് കൂടി ഇരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, സിംഹവും കരടിയും ഒക്കെ എന്റെ നേരെ വന്നു, പക്ഷെ അവിടെ നിന്നൊക്കെ ദൈവം രക്ഷിച്ചു. പ്രിയതേ മക്കളെ, നിന്റെ മേലുള്ള നിയോഗത്തോടു കൂടി നീ പുറത്തു വരുമ്പോ, നിന്നെ പലരും തളർത്തിക്കളയാൻ നോക്കുമ്പോ, ഈ പ്രഭാതത്തിൽ ഞാൻ ഒരിക്കൽ വിളിച്ചു പറയട്ടെ, നിന്നെ തളർത്തിക്കളയുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിഞ്ഞ നാളുകളിൽ ശത്രു പലതും നിന്റെ മുമ്പാകെ കൊണ്ടുവന്നപ്പോഴും ആ ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ വേണം അവന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതായ ദൈവം, ഹല്ലേലൂയ, അതേ സ്തോത്രം, ഇന്ന് നീ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിൽ നിന്ന് വിടിപ്പാ ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്ന് ഈ പകൽക്കാലം നീ ഉറച്ച് വിശ്വസിക്കുവാനായിട്ടിടയെ തീർന്നാം. നിന്നെ സ്തോത്രം ചിലതിന്റെ മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തുന്നത് നിന്നെ ഒറ്റയ്ക്ക് നിർത്തുവാനല്ല, നിന്റെ കൂടെ ഇരുന്ന് ചിലതിനെ ദൈവത്തിന് നിന്നെ കൂടെ ഉപയോഗിക്കുവാന്, തകർത്ത് കളയുവാന്. ഹല്ലേലൂയ. ഒരു ദേശം അതേ സ്തോത്രം പേടിച്ച് വിരണ്ട് ഓടിയപ്പോ ആ ദേശത്തെ വെല്ലുവിളിച്ചു നിന്ന ഫെലിസ്ത്യ ഗോലിയാത്തിനെ തകർക്കുവാൻ ആട്ടിടയനായിരുന്ന ദാവീദിനെ മുൻപന്തി കൊണ്ടുവന്നുവെങ്കിൽ നിന്റെ മേൽ കിടക്കുന്ന ദൗത്യം, നിന്റെ മേൽ കടക്കുന്ന പദ്ധതി വലുതെന്ന് പറഞ്ഞ് പല വെല്ലുവിളികളും നിനക്കെതിരെ കടന്നു വന്നിരിക്കാം. പക്ഷേ നീ അത് കണ്ട് പതറിപ്പോകേല, നീ മുന്നോട്ട് വരണം. ഹല്ലേലൂയ. എന്റെ ദൈവം ഈ ശത്രുവിനെ എന്റെ കരത്തിൽ ഏൽപ്പിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നീ മുന്നോട്ട് വരാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ സ്വർഗത്തിലെ ദൈവം പ്രദാനം ചെയ്തു തന്ന് നിന്നെ ജയത്തിലേക്ക് എത്തിക്കുവാനായിട്ടിടയെ തരും. നീ തളർന്നു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്, മനസ്സിന് വേണ്ട ധൈര്യത്തെ നീ കൊടുക്കുവാനായിട്ടിടയെ തീർണം. സ്തോത്രം. പലതും തുടങ്ങിയിട്ട് പകുതി വഴി വെച്ച് മാറിപ്പോയില്ലേ? ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, തളർന്നു പോകരുത്. ദൈവം വിശ്വസ്തനാണ്, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അത് ദൈവം നിവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും, നിന്നെ കൊണ്ട് അതിനെ പൂർത്തീകരിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാവീദ് ഫെലിസ്ത്യനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വന്നത് ആരുടെ നാമത്തെ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. അവന്റെ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ പ്രാഗൽഭ്യം കൊണ്ടോ അല്ല ചെയ്യുന്നത്. ആരുടെ നാമത്തിലാണ് കടന്നുപോയത്? ദൈവത്തിന്റെ നാമത്താ. നീ നിന്ദിച്ച ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ കടന്നു വരുന്നു. പ്രിയതേ മക്കളെ, ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ലജ്ജിപ്പിക്കാത്ത ദൈവം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായി തീരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതേ സ്തോത്രം. ഈ പൽക്കാലം പ്രിയതേ മക്കളെ, സ്തോത്രം, ഗോലിയാത്തിനെ ജയം ലഭിക്കുവാൻ, ഗോലിയാത്തിന്റെ ഫെലിസ്ത്യന്റെ മുമ്പിൽ ജയം പ്രാപിക്കുവാൻ ദാവീദ് തന്നിലല്ല ആശ്രയിച്ചത്, മറിച്ച് ദൈവത്തിലാണ് അവൻ പൂർണ്ണമായിട്ട് ആശ്രയം വയ്ക്കുവാനായിട്ടിടയെത്തുന്നത്. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ സ്വന്തം ശക്തിയോ നമ്മുടെ കഴിവോ നമ്മുടെ എക്സ്പീരിയൻസോ ഒന്നും കോട്ടെ, ദൈവം നമ്മോട് അരുളി ചെയ്തത് പ്രാപിക്കുവാൻ, അതിലേക്ക് കടക്കുവാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷേ ഈ പ്രഭാതത്തിൽ നമ്മുടെ ആശ്രയം പൂർണ്ണമായി ദൈവത്തിൽ വയ്ക്കാം. അപ്പൊ എന്നെ കൊണ്ട് കഴിയത്തില്ല. സ്തോത്രം.
എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് നെടുമ്പാട് വീണ് ദൈവസന്നി പ്രാർത്ഥിച്ച് നാം മുന്നോട്ട് പോകാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്നോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ നിന്നിൽ കൊണ്ട് തന്നെ ദൈവം അത് പൂർത്തീകരിക്കും. ഈ ഫെലിസ്തീനെ തകർക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, അതേ സ്തോത്രം, ദാവീദിനെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ മേലുള്ള നിയോഗം കണ്ടുകൊണ്ട്, നിന്റെ മേലുള്ള വിളി കണ്ടുകൊണ്ട്, അതേ സ്തോത്രം, നിന്നെ തളർത്തുവാൻ നോക്കുന്നതിന് മുമ്പൊക്കെ നീ നിരാശപ്പെടരുത്. നിന്നിൽ ഏൽപ്പിച്ചത് ദൈവമെങ്കിൽ, നിന്നെ കൊണ്ട് തുടങ്ങിച്ചത് ദൈവമെങ്കിൽ ദൈവം അത് പൂർത്തീകരിക്കാനായിട്ട് ഇടയായി തീരും. അതേ, നിന്റെ തലമുറയുടെ ഭാവി പകുതി വഴി വെച്ച് നിൽക്കാൻ ദൈവം അനുവദിക്കില്ല. ദൈവം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അതിനെ പൂർത്തീകരിക്കാനായിട്ട് ഇടയായി തീരും. പല സാഹചര്യങ്ങളിൽ ചിലപ്പോൾ പിന്മാറ്റി പോവാം, ചിലപ്പോൾ മനസ്സിനകത്ത് തോന്നിയെന്നിരിക്കാം. പക്ഷേ പ്രിയ ദൈവ പൈതലേ, നീ തളർന്നു പോകരുതേ. ഒരു കാറ്റിനും ഒരു കോണിനും നിന്നെ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. സ്തോത്രം, പുതിയ ദൈവത്തെ കടന്നു വരുമ്പോ അതേ ബെർത്തലോമായി എന്ന് മനുഷ്യൻ നിലവിളിക്കുന്നുണ്ട്. ആ വിളിയെ ഇല്ലായ്മ ചെയ്യുവാൻ അവന്റെ വിടുതലാണ് എന്ന് മനസ്സിലാക്കി അവനെ പലരും ഒതുക്കാൻ നോക്കിയപ്പോഴും അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ജീസസ് ഹല്ലേലൂയ അവന്റെ നിലവിളി ഉയരാനായിട്ട് ഇടയായി തീർന്നപ്പോഴാ കർത്താവ് അവിടെ നിന്ന് അവനെ സൗഖ്യമാക്കിയത്. അതേ, നിന്നെ ഒരു വിടുതലിലേക്ക് കയറ്റാതിരിക്കുക, ഒരു വാഗ്ദത്തത്തിലേക്ക് കയറ്റാതിരിക്കുക, നിന്നിലുള്ള നിയോഗത്തിലേക്ക് നിന്നെ കയറ്റാതിരിക്കുവാനായിട്ട് ശത്രു പല വെല്ലുവിളികൾ പല രൂപേണ അതേ നിന്നെ സഹായിക്കുന്നവരായിരിക്കാം, ചിലപ്പോ നിന്റെ കൂടെ നിൽക്കുന്നവരായിരിക്കാം. ശത്രു പലരെയും നിനക്കെതിരായി ഉപയോഗിച്ചെന്നിരിക്കാം. പക്ഷേ പ്രിയ ദൈവമക്കളെ, നീ അവിടെ ഇവിടെ നോക്കി തളർന്ന് പിന്തിരിഞ്ഞു പോകുകയല്ല. നിന്നിൽ ഏൽപ്പിച്ചത് ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, വാഗ്ദത്തത്തെ പാലിക്കുന്ന ദൈവം, നിന്നെ കൈവിടാത്ത ദൈവം, നിന്നിലുള്ളതിനെ, നിന്നിൽ കൈമാറിയതിനെ പൂർത്തീകരിക്കുന്ന ദൈവം വിശ്വസ്തനായിരുന്നു. നിന്നെ കൊണ്ട് അത് നിവർത്തിക്കുവാനായിട്ടിടയെത്തിരാ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നാം ദൈവത്തിന്റെ സന്നി വിശ്വസ്തനായിരുന്ന നമ്മുടെ തലമുറയോടുള്ള, നമ്മുടെ കുടുംബത്തോടുള്ള, നമ്മുടെ ആത്മീയ മേഖലയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ദൈവം കൈവിടാതെ നമ്മോട് കൂടെ ഇരുന്ന് നിവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, വിളിച്ച ദൈവം വിശ്വസ്തൻ. കർത്താവേ, അപമാനുഷിക വാക്കുകളും പ്രവൃത്തികളും ഒക്കെ പലപ്പോഴും തളർന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെ ഒന്നും തളർന്നു പോകാതെ കർത്താവേ, അങ്ങ് കൈമാറിയ ദൈവിക വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് അങ്ങനെയുള്ള വിശ്വാസത്തോടും ആശ്രയത്തോടും കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കത്തൊക്കെ വേണം തന്റെ ജനത്തെ ഈ പകൽക്കാലം ഈ വചനത്തായി ശക്തീകരിക്കണമേ. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായി തീരുന്നു. ഹല്ലേലൂയ. അശക്തനാക്കുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. തളർന്നിരിക്കുന്ന കരങ്ങളെ ദൈവം ബലപ്പെടുത്തണം. തളർന്നിരിക്കുന്ന കാലുകളെ ദൈവം ബലപ്പെടുത്തണം. തളർന്നിരിക്കുന്ന ചില മനസ്സുകളിലുമേ ഈ ദൈവവചനത്തിന്റെ ശക്തി എന്നാലല്ല, ഹല്ലേലൂയ, എന്റെ ദൈവത്താൽ ഇത് സാധ്യമാകും, എന്റെ ദൈവത്താൽ ഇത് പൂർത്തീകരിക്കപ്പെടാം, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിനെ ചാടിക്കടക്കുമെന്ന് പറഞ്ഞ് ഈ രാത്രി പകൽക്കാലം കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്നവർ ഈ പകൽക്കാലം ദൈവിക നിയോഗത്തിലേക്ക്, ദൈവിക വാഗ്ദത്തത്തിലേക്ക് അവർ കാലെടുത്തു വെക്കട്ടെ. തളർത്തിക്കളയുവാൻ വെല്ലുവിളിക്കുന്ന, പിന്മാറ്റിക്കളയുവാൻ വെല്ലുവിളിക്കുന്ന ശത്രുമണ്ഡലത്തെ ദൈവം തമ്മിൽ ഈ പകൽക്കാലം അവരുടെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ. ദൈവിക വാഗ്ദത്തങ്ങളെ നിവർത്തിക്കപ്പെടുന്ന ദിവസങ്ങളായി തീരട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.